വഴിക്കടവിൽ വൈദ്യുതാഘാതമേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യത്തിൽ ഗൂഢാലോചന നടന്നെന്ന വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് UDYF പ്രവർത്തകർ നിലമ്പൂരിൽ പ്രതിഷേധം നടത്തി. തുടർന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ കോലം കത്തിച്ചു. വനമന്ത്രി കത്തട്ടെ, ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ മന്ത്രിയെ തെരുവിൽ തടയുമെന്നും നജീബ് കാന്തപുരം MLA, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ഒട്ടേറെ കാലമായി അടക്കമുള്ള മലയോര മേഖലകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് വന്യജീവികളുമായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടമാണ്. ദീർഘകാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിന് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ചുമതലപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായിട്ടുള്ള നടപടികൾ ഇല്ലാതിരിക്കുകയും ജനങ്ങൾ തുടർച്ചയായി വന്യമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള നടപടികളും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8-9 വർഷക്കാലമായി സ്വീകരിച്ചു. ഒരുപാട് മനുഷ്യരുടെ ജീവൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിലമ്പൂരിൽ നഷ്ടപ്പെട്ടു. ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. വളരെ നെഞ്ചുരുകി ആ മൃതദേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് മന്ത്രി പറയുന്നത് ഞാൻ നിലമ്പൂരിലേക്ക് പോകണമെന്ന്. നിലമ്പൂരിലേക്ക് എന്തിനാണ് പോകേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയെയാണ് വനം വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഒരു കുട്ടിയുടെ മരണം പോലും, എത്ര ദാരുണമായ മരണം പോലും, അതിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സങ്കടവുമില്ലാതെ ഒരു ഗവൺമെന്റിനെ യാതൊരു മാന്യതയുമില്ലാതെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അത് തുറന്ന് ചോദിക്കാനും അതിന് പ്രതിഷേധിക്കാനും UDYFന്റെ പ്രവർത്തകന്മാർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെ വോട്ടർമാരോട് മാപ്പു പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥിയുടെ മരണവാർത്ത അറിഞ്ഞ ഉടനെ ശനിയാഴ്ച രാത്രി UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ KNG റോഡ് ഉപരോധിച്ചുള്ള സമരം നടത്തിയിരുന്നു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.